Okay, thank you for a nice introduction, ഷാജി. ആഹ് വളരെ നല്ല രീതിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വളരെ സന്തോഷം. താങ്ക് യു. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ പുതിയൊരു മാസത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആഹ് ഈ ഒരു മാസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തിന് ദിവസങ്ങൾ കുറവാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാസം കഴിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് അലർട്ടായിട്ടിരുന്നാൽ തന്നെയാണ് നമുക്ക് ഈ മാസത്തെ ബിസിനസ്സുകളൊക്കെ നമുക്ക് ശരിക്ക് എൻകാഷ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അറ്റൻഷൻ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത് ആദ്യമായിട്ട്. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇനി അടുത്ത മാസം നമ്മുടെ ഫാമിലി റിയൂണിയൻ വരാൻ പോവുകയാണ്. കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഫാമിലി റിയൂണിയൻ. അതിൻ്റെ ശരിയായിട്ടുള്ള പ്രിപ്പറേറ്ററി മന്ത്, ശരിയായിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ എടുക്കാനുള്ള ശരിയായിട്ടുള്ള മന്ത് എന്ന് പറയുന്നത് ഫെബ്രുവരി ആണ്. അപ്പോൾ ഈ മാസത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പാർട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കാത്തിരിക്കാം. നമുക്കറിയാം, വെസ്റ്റീജ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് കിങ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആണ് കിങ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതിലേറെ പറയുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് കിങ് എന്നുള്ള കണക്കിലാണ് അവരെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ഡിവിഷൻ ഉണ്ടാവും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ, കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഡിവിഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള പ്ലാനുകൾ ഉണ്ടായാൽ തന്നെയാണ്, ബെനിഫിറ്റുകൾ ഉണ്ടായാൽ തന്നെയാണ് കമ്പനിയുടെ ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനായിട്ടാണ് റെഗുലർ ആയിട്ടുള്ള ഓഫറുകൾ. പുതുതായിട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്താൽ ഓൾറെഡി നിലവിലുള്ള ആൾക്കാർക്കുള്ള ഓഫറുകൾ, ഇതൊക്കെ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓഫറുകളുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മളൊരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു എക്കണോമിയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എവിടെ നിന്നാണ് പ്രോഡക്റ്റ് കൂടുതൽ ഫാസ്റ്റായിട്ട് വളരെ റേറ്റ് കുറവിൽ കിട്ടുന്നുണ്ടാവുക, ബെനിഫിറ്റിൽ കിട്ടുന്നുണ്ടാവുക, അവിടെ നിന്നായിരിക്കും കസ്റ്റമർ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മുടെ കൂടെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്കത് നിലനിർത്താനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോയൽ കസ്റ്റമർഷിപ്പ് എന്ന് പറയും. ലോയൽ കസ്റ്റമർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇവിടെ നിന്ന് തന്നെ പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പ്രോഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിന്ന് സ്ഥിരമായിട്ട് പ്രോഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ് തന്നെയാണ്, എക്കണോമി തന്നെയാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ എത്ര ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമതൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിലിറ്റി ആണ്. മൂന്നാമതൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണ്. ഇതേ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുക്കേണ്ടി വരും? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കുറെ പോയിന്റുകൾ, ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് കാറ്റഗറിയാണ് നമ്മളെ കമ്പനി വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 2004 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇന്നിപ്പോ ഇന്ത്യയിലെ ഈ ഒരു പ്രവർത്തന മേഖലയിൽ നമ്പർ 1 കമ്പനി ആയിട്ട് പെടുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, രജിസ്റ്റേർഡ് കസ്റ്റമർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരിവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ ലോയൽ കസ്റ്റമർ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ബിസിനസ് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ആദ്യത്തെ ബെനിഫിറ്റ് ആണ് ഫസ്റ്റ് പർച്ചേസ് ഓഫർ എന്ന് പറയും. അതായത് ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോഡക്റ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്ര വേണമെങ്കിൽ പ്രോഡക്റ്റ് എടുക്കാം, ഇത്ര വേണം നിർബന്ധമൊന്നുമില്ല. അവരുടെ ഐഡിയ ആക്റ്റീവ് ആവാനായിട്ട് 30 PV, ഏകദേശം ഒരു 1000 രൂപയുടെ പർച്ചേസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഐഡിയ ആക്റ്റീവ് ആക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതേ സമയത്ത് ആ പർച്ചേസ് ചെയ്യുന്നത് 1000 രൂപയ്ക്ക് പകരം ഒരു 1800 രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ
കമ്പനി അവർക്ക് ഒരു ബെനിഫിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഒരു 10% വില വരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 10% വില വരുന്ന വൗച്ചർ അവർക്കുണ്ടായിരിക്കും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഓഫർ. അപ്പോൾ ഫസ്റ്റ് ഇൻവോയ്സ്, അതായത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇൻവോയ്സ് ചെയ്യുന്നത് നമ്മൾ ആക്ടിവേഷന് പകരം അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു 1,800 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അതിന് നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുതിയ ഷാംപൂ റേഞ്ചിലുള്ള കെരാറ്റിൻ ഷാംപൂ ആണ്. അത് നമുക്ക് ഓഫറായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എടുക്കാവുന്നത് 180 രൂപയുടെ വൗച്ചറാണ്. അപ്പൊ ഈ 180 രൂപയുടെ വൗച്ചർ നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇത് ആദ്യത്തെ പർച്ചേസിന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. ഈ ബെനിഫിറ്റ് നമുക്ക് രണ്ട് വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, നമ്മുടെ കസ്റ്റമേഴ്സിന് 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതിന് പകരം 1,800 രൂപയുടെ പർച്ചേസ് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബെനിഫിറ്റ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. സെയിം ടൈം നമുക്ക് രണ്ടാമതൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,800 പകരം 3,600 രൂപയുടെ പർച്ചേസ് ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഷാംപൂ അല്ലെങ്കിൽ 2 വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഒറ്റ സിംഗിൾ ഓർഡർ ആയിരിക്കണം എന്ന് മാത്രം. അപ്പൊ ആദ്യത്തെ പർച്ചേസ് നമ്മൾ സപ്പോസ് നമ്മളൊരു 9,000 രൂപയുടെ മുകളിൽ ഒരു 10,000 രൂപയുടെ ചുറ്റുവട്ടത്തുള്ള പർച്ചേസ് ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് 5 ഷാമ്പു നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ 5 വൗച്ചർ നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 10% വില വരുന്ന ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് എൻകാഷ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരിക്കും. ഇതുകൊണ്ടുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു 9,000 റുപ്പീസ് പറഞ്ഞാൽ 300 PVയുടെ പർച്ചേസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഗ്രൂപ്പായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫാസ്റ്റ് ആർട്ട് 8% പറഞ്ഞ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. ഫാസ്റ്റ് ആർട്ട് 8% പറഞ്ഞാൽ നോർമലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി 5% ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് ബോണസ് കിട്ടാവുന്ന ഒരു ലെവലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വ്യക്തിയിൽ നിന്ന് മാറി അവർക്ക് 8% എത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് 600 PVയുടെ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18,000 രൂപയുടെ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് വരുന്നുണ്ടാവുക. അത് ഒരു മാസം കൊണ്ടോ പല മാസങ്ങൾ കൊണ്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മാസം കൊണ്ട് 9,000 രൂപയുടെ പർച്ചേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ ആരും അത് അവൈൽ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. നമ്മളാണ് അത് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്കാണ് അത് അവൈൽ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ 2 ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫാസ്റ്റ് ആർട്ട് 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% പകരം 8% ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ടായിരിക്കും. സെയിം ടൈം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു വൗച്ചർ കിട്ടുന്നുണ്ടായിരിക്കും. 750 രൂപ DP റേറ്റിലുള്ള വൗച്ചർ. അത് MRP പറയുകയാണെങ്കിൽ ഒരു 900 രൂപയുടെ വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത് 900 രൂപയുടെ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അഗൈൻ ഒരു 900 രൂപയുടെ വൗച്ചർ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയ പോലെയായി. അപ്പോൾ ഓൾറെഡി നമുക്ക് 9,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 9,000 രൂപ അതിന്റെ കൂടെ ഈ ഒരു 900 കൂടി കൂട്ടുമ്പോൾ 20%ആയി. ഓൾറെഡി നമുക്കറിയാം 10 മുതൽ 30% വരെ ബെനിഫിറ്റിലാണ്, ഡിസ്കൗണ്ടിലാണ് നമുക്ക് പ്രോഡക്റ്റ് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് പറയുകയാണെങ്കിൽ 20% എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ആ 20% ഡിസ്കൗണ്ടും ഈ 20% പ്രോഡക്റ്റ് ബെനിഫിറ്റും കൂട്ടുകയാണെങ്കിൽ ഒരു വ്യക്തി ഫാസ്റ്റ് ആർട്ട് 8% സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 40% ബെനിഫിറ്റ് പ്ലസ് ഇത് കൂടാതെ ക്യാഷ് ബാക്ക് ഓൾമോസ്റ്റ് പർച്ചേസ് വാല്യൂവിന്റെ ഒരു 5%-ഓളം വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 450-500 രൂപയുടെ പ്രോഡക്റ്റ് അവർക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇത്രയും ബെനിഫിറ്റോട് കൂടിയിട്ട് ഒരാളെ സ്റ്റാർട്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇത് ഒരു വ്യക്തിക്ക് ഒരു തവണ മാത്രം കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ബെനിഫിറ്റ് അവർക്ക് എൻകാഷ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവര് ബെനിഫിറ്റഡ് ആവുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബിസിനസ് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് പറയാനുള്ളത്. ഇതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇപ്പൊ സപ്പോസ് നമ്മുടെ കൂടെ ഈ മാസം ഒരു പുതിയ 10 പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 പേരുടെ 300 PV വെച്ച് കണക്കാക്കുകയാണെങ്കിൽ 3,000 PVയുടെ ബിസിനസ് നമുക്ക് ടോട്ടൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ തരത്തിൽ നമുക്ക് എത്ര അഡീഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു അതിനനുസരിച്ച് ടോട്ടൽ ടേൺ ഓവറിൽ ഇത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫസ്റ്റ് പർച്ചേസ് ഓഫർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതാണ് ഫസ്റ്റ് പർച്ചേസ് ബെനിഫിറ്റ് വരുന്നത്. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപർച്ചേസ് ഓഫറാണ്. റീപർച്ചേസ് ഓഫർ തന്നെ 2 വിധത്തിലുണ്ടായിരിക്കും. ഒന്ന് റെഗുലർ ആയിട്ട് നടക്കുന്ന
ഉണ്ടാവും. അതുപോലെ തന്നെ ആ മാസത്തേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് തരുന്നതാണ്. റീപർച്ചേസ് ഓഫറിന്റെ ഈ റെഗുലർ റീപർച്ചേസ് ഓഫറിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2-ാം തീയതി മുതൽ നമുക്ക് 18-ാം തീയതി വരെയാണ് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക. ഈ സമയത്തിനുള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട വ്യക്തി രണ്ടാമത് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനാണ് റീപർച്ചേസ് എന്ന് പറയുന്നത്. അങ്ങനെ റീപർച്ചേസ് ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓഫറാണ് റീപർച്ചേസ് ഓഫർ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഓഫർ സ്ലാബ് എന്ന് പറയുന്നത് ഇങ്ങനെ 4 സ്ലാബായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പർച്ചേസ് ഒരു 750 രൂപയുടെ മുകളിലേക്ക് വരികയാണെങ്കിൽ, സിംഗിൾ ഓർഡറിൽ 750 രൂപയുടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മളുടെ പേസ്റ്റ്, നമുക്ക് ഡെൻഡാഷുവർ പേസ്റ്റ് നമുക്ക് ഓഫർ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് 70 രൂപയുടെ വൗച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതും മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 750 പകരം 1500 രൂപയുടെ പർച്ചേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വൗച്ചർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ സ്ലാബ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്ലാബ് എന്ന് പറഞ്ഞാൽ 1750 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ, സിംഗിൾ ഓർഡറിൽ 1750 രൂപയുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ അഗെയിൻ കിട്ടുന്നുണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഫേസ് വാഷ് ആണ്. ആ ഫേസ് വാഷ് നിങ്ങൾക്ക് ഓഫറായിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് 150 രൂപയുടെ വൗച്ചർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതും മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 3500 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഫേസ് വാഷ് അല്ലെങ്കിൽ 2 വൗച്ചർ നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് രണ്ടാമത്തെ സ്ലാബായിട്ട് വരുന്നത്. മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു തവണ നിങ്ങൾ 1500 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചു, പിന്നത്തെ തവണ നിങ്ങൾ 3500 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചു, അല്ലെങ്കിൽ 1750 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചു. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് എന്താണോ ഓഫർ ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4250 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, സിംഗിൾ ഓർഡർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ഓപ്ഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്പിരുലിന ടാബ്ലറ്റിന്റെ ബോട്ടിലാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഗ്രി പ്രോഡക്റ്റിൽ, ഓൾഡ് കാറ്റഗറിയിലുള്ള അഗ്രി പ്രോഡക്റ്റിൽ 100 ml 3 ബോട്ടിൽ, മൂന്ന് എണ്ണത്തിന്റെ ആ ഒരു സെറ്റ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 350 രൂപയുടെ വൗച്ചർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇതും മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 4250 പകരം 8500 ആണെങ്കിൽ, അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 2 തവണ ഇത് ഉപയോഗിക്കാവുന്നതാണ്. 2 ഓപ്ഷൻസ് ആയിട്ട് 2 സ്പിരുലിന അല്ലെങ്കിൽ 2 അഗ്രി 82 അല്ലെങ്കിൽ 2 വൗച്ചർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ സ്ലാബ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 6300 രൂപയുടെ പർച്ചേസ്, സിംഗിൾ ഓർഡറിൽ 6300 രൂപയുടെ പർച്ചേസ് വരുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഇവിടെ ഗെയിൻ കിട്ടുന്നുണ്ടായിരിക്കും. ഒന്ന് 250 ഗ്രാമിന്റെ നാനോടെക് അഗ്രി നാനോടെക് നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് 4 ഓപ്ഷൻ കിട്ടുന്നുണ്ടായിരിക്കും. ഈ റീപർച്ചേസ് ഓഫർ നമുക്ക് 18-ാം തീയതി വരെയാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഓൾറെഡി നിലവിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തി ആദ്യത്തെ പർച്ചേസ് കഴിഞ്ഞ് രണ്ടാമത് പർച്ചേസ് ചെയ്യുന്നത് 18-ാം തീയതിക്ക് മുമ്പ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഇത്രയും ബെനിഫിറ്റ് അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. ഓൾമോസ്റ്റ് ഒരു 10% ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓൾറെഡി 20% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ 10% കൂടെ ഈ ഒരു ബെനിഫിറ്റും കൂടെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഒരു 30% ബെനിഫിറ്റിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ടുള്ള അവസരമാണ് ഈ റീപർച്ചേസ് ഓഫർ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും, നിങ്ങളുടെ കൂടെ വരുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടറും മാക്സിമം ബെനിഫിറ്റഡ് ആവാനായിട്ട് അവരെ ഒന്ന് ഉദ്ബോധിപ്പിക്കുക, അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് എന്താ മെച്ചം, അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും, നമ്മളെ സംബന്ധിച്ച് ടോട്ടൽ ടേൺ ഓവർ അത് കിട്ടുന്നുണ്ടായിരിക്കും. ഇതാണ് റീപർച്ചേസ് ഓഫർ, റെഗുലർ റീപർച്ചേസ് ഓഫർ. ഇനി ഈ മാസത്തേക്കുള്ള സ്പെഷ്യൽ റീപർച്ചേസ് ഓഫറിലേക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മെറ്റിക് പ്രോഡക്റ്റ് കാറ്റഗറിയിലാണ്. നമുക്കറിയാം നമ്മുടെ കമ്പനി 400ഓളം പ്രോഡക്റ്റ് ഉള്ളതിൽ 200ഓളം പ്രോഡക്റ്റ് കോസ്മെറ്റിക് കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളാണ് വരുന്നത്. ഈ കോസ്മെറ്റിക് കാറ്റഗറി പ്രോഡക്റ്റിൽ നമുക്ക് മിസ്ട്രോൾ മിലാൻ, അതുപോലെ തന്നെ SF9, വെല്ലിനോ, ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ, ഇതേപോലെയുള്ള കാറ്റഗറി പ്രോഡക്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു 3200 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഇത് സ്റ്റോക്ക് തീരുന്നത് വരെ, എത്ര സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് തീരുന്നത് വരെ, പക്ഷേ
മാസം അവസാനം വരെ കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ സ്റ്റോക്ക് തീരുന്നത് വരെ നിങ്ങൾക്ക് ഇത് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. JP എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പ്രോഡക്റ്റ് ആയ കാസറോൾ ആണ് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കോസ്മെറ്റിക് കാറ്റഗറിയിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാർ, ബ്യൂട്ടീഷ്യന്മാര്, അതുപോലെ ഇപ്പൊ ബ്യൂട്ടി കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങൾക്കൊരു അട്രാക്ഷൻ ആയിട്ട് നമുക്ക് അവർക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു ഓഫർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് റീപർച്ചേസ് ഓഫറാണ്. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഒരു സോപ്പോ ഒരു പേസ്റ്റോ ഓർഡർ ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കുകയാണെങ്കിൽ റീപർച്ചേസ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലൂടെ നമുക്കിത് അവർക്ക് ബെനിഫിറ്റഡ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇതിലൂടെ ഒരു വലിയൊരു ബിസിനസ് സാധ്യതയാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. കാരണം 200ഓളം പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ട്. ആ 200ഓളം പ്രോഡക്റ്റ് കാറ്റഗറികൾ, പ്രത്യേകിച്ച് കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കിട്ടുന്ന ചാൻസ് ആണ് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റീപർച്ചേസ് ഓഫർ, സ്പെഷ്യൽ റീപർച്ചേസ് ഓഫർ ഫോർ ദ മന്ത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മളെ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകളാണ്. ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി അവാർഡ് കഴിഞ്ഞ പല വർഷങ്ങളിലായിട്ട് വാങ്ങിച്ചിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനി. അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം, ഇന്ന് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒബേസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന് സഹായകമാകുന്ന പ്രോഡക്റ്റ് ഓഫറാണ് നമുക്കിവിടെ വരുന്നത്. അതിൽ സിംഗിൾ ഓർഡറിൽ 12,000 രൂപയുടെ പർച്ചേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെനിഫിറ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ പർച്ചേസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന പ്രോട്ടീൻ പൗഡർ, വെസ്ലിംഗ് കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ, മറ്റു കാര്യങ്ങളാണ്. ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ആ ചാർട്ടിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് 12,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെസ്ലിംഗ് കാറ്റഗറിയിൽ മാംഗോ ഷേക്ക് ആണ് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അതിന്റെ കൂടെ കാൽഷ്യം കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും. ഇത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് ഓഫറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് 12,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. ഓൾമോസ്റ്റ് ഒരു 20%-ലധികം ഇപ്പൊ 12,000 രൂപയുടെ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2,500 രൂപയിൽ കൂടുതൽ വില വരുന്ന പ്രോഡക്റ്റ് അവർക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓൾറെഡി 20% ഡിസ്കൗണ്ട് ഉണ്ട്. അതിന്റെ കൂടെ ഒരു 20-25% ബെനിഫിറ്റും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 40-45% ബെനിഫിറ്റിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് അവസരം കിട്ടുന്നു. ഇത് ഈ കാറ്റഗറിയിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഒബീസി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഓഫർ ശരിക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ഒരു അടുത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 12,000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 400 PV കൂടുതലാണ് കിട്ടുന്നുണ്ടായിരിക്കുക. ഞാൻ ഇനി പറയാൻ പോകുന്ന കൺസിസ്റ്റൻസി ഓഫർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 400 PV 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു 12,000 രൂപയുടെ പ്രോഡക്റ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതും ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് നമ്മൾക്ക് അടുത്തൊരു എന്ന് പറഞ്ഞാൽ ബൈ മോർ ഗെറ്റ് മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വെയിറ്റ് മാനേജ്മെന്റ് തന്നെയാണ് വരുന്നത്. ഇതിൽ വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു 30,000 രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒറ്റ ബില്ലിൽ 30,000 രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഷേക്ക്, അതിൽ ഒരു ഷേക്ക് രണ്ടിൽ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. 5 ഷേക്ക് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 2 എനർജി ഡ്രിങ്ക് മിക്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സം ടോട്ടൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 35% വില വരുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ അവൈൽ ചെയ്യാവുന്ന പ്രോഡക്റ്റുകളുടെ ലിസ്റ്റ് അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിന്റെ ഡീറ്റെയിൽസ് തരുന്നുണ്ടായിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 പ്ലസ് 35% എന്ന് പറഞ്ഞാൽ 55% ബെനിഫിറ്റിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഇതിന്റെ കൂടെ ക്യാഷ് ബാക്കും കൂടി വരുമ്പോൾ ഓൾമോസ്റ്റ് 60%-ൽ കൂടുതൽ ബെനിഫിറ്റിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. പ്ലസ് ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ
അവർക്ക് ഈ ബെനിഫിറ്റ് കിട്ടുന്നു, 60% ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നു. പ്ലസ് അതിന്റെ കൂട്ടത്തിൽ ആ, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ 1000 PV ബിസിനസ് നമുക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഒന്നോ രണ്ടോ പേര് നമ്മുടെ ടീമിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ടോട്ടൽ ടേൺ ഓവറിൽ അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സാധ്യത വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഓഫർ വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയും. കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തി, വാങ്ങുന്ന വ്യക്തി, അയാൾ സ്ഥിരമായിട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് തരുന്നത്. ഒന്ന് 60 PV എന്ന് പറയാം. 60 PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു 2000 പർച്ചേസ് ചെയ്യണ സമയത്ത് നമുക്ക് 60 PV പർച്ചേസ് എന്നാണ് കണക്കാക്കുന്നുണ്ടാവുക. 60 PV പർച്ചേസ് ചെയ്യണ സമയത്ത് 4 മാസം സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പീരീഡ് ഉണ്ട്. 14-ാം തീയതിക്ക് മുമ്പ് ചെയ്യണം. അപ്പൊ 14-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ 4 മാസം സ്ഥിരമായിട്ട് 60 PV പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ഓർഡറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5-ാമത്തെ മാസം ഒരു 15-ാം തീയതിയോട് അനുബന്ധിച്ച് 1250 വൗച്ചർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഈ 1250 വൗച്ചർ റിഡീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 1500 പ്രോഡക്റ്റ് എങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ 20% കൗണ്ട് ചെയ്തിട്ട്, 20 അല്ല 30%, 30% ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു 20% കൂടെ ആഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50%-ൽ കൂടുതൽ ബെനിഫിറ്റിൽ 60 PV പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക്, സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് 60 PV പർച്ചേസ്. അതേ സമയത്ത് നമുക്ക് ഇത്രയും കൂടി അട്രാക്ഷൻ ഉള്ള പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 PV പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കിട്ടുന്നുണ്ടാവുക. 100 PV സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ 100 PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3000-3500 പർച്ചേസ് ആണ് വരുന്നത്. 3500 പർച്ചേസ് ചെയ്യണ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് 4 മാസം സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 4 മാസം 3000 പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാമത്തെ മാസം അവർക്ക് ഒരു 2500 വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഈ വൗച്ചറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് റിഡീം ചെയ്യാവുന്നതാണ്. ഈ 2500 DP റേറ്റ് ആണ്. അപ്പോൾ MRP പറയുകയാണെങ്കിൽ 3000-ന്റെ മുകളിൽ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും 3000 പർച്ചേസ് ചെയ്യുന്നു. 5-ാമത്തെ മാസം നമുക്ക് 3000 പ്രോഡക്റ്റ് എക്സ്ട്രാ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ൽ 1 ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം. 4-ൽ 1 ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25% വരുന്നുണ്ടായിരിക്കും. ഇത് വലിയൊരു ബെനിഫിറ്റ് ആണ്. ഇതാണ് നമ്മളുടെ ലോയൽ കസ്റ്റമർഷിപ്പിന്റെ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് വരുന്നത്. ഓൾറെഡി 20% ഡിസ്കൗണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ 10% റീപർച്ചേസ് ഓഫർ, ഫസ്റ്റ് പർച്ചേസ് ഓഫർ വരുമ്പോൾ 30% ആയി. അതിന്റെ കൂടെ ഈ 25% കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50-55% ബെനിഫിറ്റ് പ്ലസ് ക്യാഷ് ബാക്ക് കൂടെ കൂട്ടുമ്പോൾ, പെർഫോമൻസ് ബോണസും കൂടെ കൂട്ടുമ്പോൾ 60% ബെനിഫിറ്റിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് ചാൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഓഫർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുക. ഇത് നിങ്ങൾ 14-ാം തീയതിക്ക് മുമ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. ചെയ്തില്ലെങ്കിൽ ആർക്കും കിട്ടുന്നുണ്ടായിരിക്കില്ല. സാധാരണ നിലയ്ക്ക് ഒരു കാറ്റഗറിയിൽ നമ്മൾ സാധാരണ പറയും താഴെയുള്ള ആൾക്ക് കിട്ടിയില്ലെങ്കിൽ മുകളിലുള്ള ആൾക്ക് കിട്ടുമെന്ന് പറയും. പക്ഷേ ഈ കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത് അത് ഏത് വ്യക്തിയാണോ ചെയ്യുന്നത് ആ വ്യക്തിക്ക് മാത്രമുള്ളതാണ്. ആ ഓഫർ ഇനിയിപ്പോൾ താഴെയുള്ള ആൾക്ക് കിട്ടാതെ മുകളിലുള്ള ആൾക്ക് കൊടുക്കുന്ന പരിപാടിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൺസിസ്റ്റൻസി ഓഫർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ 14-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് കൗണ്ട് ചെയ്യുന്ന ബിസിനസ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള ടേൺ ഓവർ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അനുസരിച്ചുള്ള വരുമാനം നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ അഡീഷണൽ ആയിട്ട് പറയട്ടെ, ഈ 100 PV പർച്ചേസ് നമുക്ക് 200 PV പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2 വൗച്ചർ കിട്ടുന്നുണ്ടായിരിക്കും. 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് 300 PV പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 3 വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. 4 വൗച്ചർ, അതായത് 400 PV പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 വൗച്ചർ കിട്ടുന്നുണ്ടായിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 400 PV 12,000 പർച്ചേസ് 4 മാസം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാമത്തെ മാസം 12,000 പ്രോഡക്റ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വെൽനസ് വെയിറ്റ് മാനേജ്മെന്റ് ഓഫറിൽ നിങ്ങൾ നോക്കുക, 12,000 പർച്ചേസ് ആണ് അവിടെ പറയുന്നത്. അങ്ങനെ 12,000 പർച്ചേസ് 4 മാസം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാമത്തെ മാസം 12,000
രൂപയുടെ പ്രോഡക്റ്റ് കൂടെ കിട്ടുന്നുണ്ടായിരിക്കും. അത് ആഡ് ചെയ്ത് വരുമ്പോൾ 25% കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ഓൾറെഡി ഞാൻ അന്ന് നേരത്തെ കൗണ്ട് ചെയ്തിരുന്നു 45% ബെനിഫിറ്റിലാണ് നമ്മൾ അവിടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ആ 45% കൂടി ഈ 25% കൂടെ കൂട്ടുമ്പോൾ ഓൾമോസ്റ്റ് 60-70% ബെനിഫിറ്റ് പ്ലസ് ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് ബോണസും കൂടി കിട്ടുമ്പോൾ ഒരു 75% ബെനിഫിറ്റിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ടുള്ള അവസരമാണ് ഈ ഒരു ഓഫറിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമുക്കറിയാം 30,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 1000 PV പർച്ചേസ് ആണ് വരുന്നത്. 1000 PV പർച്ചേസിൽ 400 PV ഇതിലേക്ക് കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. 400 PV 4 മാസം ചെയ്യുന്ന 1000 PV പർച്ചേസ് 4 മാസം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 400 PV അതിലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 10% എക്സ്ട്രാ പ്രോഡക്റ്റും കൂടെ അവർക്ക് ആഡ് ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓൾറെഡി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 60% ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇതും കൂടെ കൂട്ടുമ്പോൾ 70-75% ബെനിഫിറ്റിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞ പോലും ഇത്രയും ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ കൺസിസ്റ്റൻസി ഓഫർ ശരിയായിട്ടുള്ള വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ വരുന്ന ആൾക്കാർ മാക്സിമം ബെനിഫിറ്റഡ് ആവുന്നു എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഒരു 60-75% ബെനിഫിറ്റിൽ പ്രോഡക്റ്റ് അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വരുന്നത്. ഇതിന്റെ ബിസിനസ് ബെനിഫിറ്റുകൾ പറയുകയാണെങ്കിൽ സപ്പോസ് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ കൂടെ 100 PV പർച്ചേസ് ചെയ്യുന്ന ഒരു 10-20 പേരുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി 16% എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടോട്ടൽ ടേൺ ഓവറിൽ 2000 PV ആഡ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. 2000 PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾ 2000 PV തയ്ച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾ റീക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിട്ട് മാറുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ മിനിമം ഗ്യാരണ്ടി വരുമാനം നിങ്ങൾക്ക് അവിടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇതിനനുസരിച്ചുള്ള കാൽക്കുലേഷൻ നമുക്ക് ആയിരിക്കും. പ്ലസ് അതിന്റെ കൂട്ടത്തിൽ നമ്മളത് 400 PV ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 400 PVയുടെ ബെനിഫിറ്റ് നമുക്ക് അവിടെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ടോട്ടൽ ബെനിഫിറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 10 പേര് 400 PVയുടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ടോട്ടൽ ടേൺ 4000 PV ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. 4000 PV 14-ാം തീയതി ആകുമ്പോഴേക്കും 4000 PV ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1,40,000 PV എന്ന് പറഞ്ഞാൽ 1,20,000 രൂപയുടെ ബിസിനസ്സാണ്. ഒരു 10,000 രൂപയിൽ കൂടുതൽ വരുമാനം ഈ 14-ാം തീയതി ആകുമ്പോഴേക്കുള്ള ബിസിനസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള സമയം കൊണ്ട് നിങ്ങൾ അഡീഷണൽ ബിസിനസ്സും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ആ മാസം തന്നെ 10-25,000 രൂപയുടെ അല്ലെങ്കിൽ 20,000 രൂപയുടെ വരുമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് ബേസ് ഇടാനായിട്ട് നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി ഓഫർ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് 14-ാം തീയതി വരെയുള്ള ഓഫർ ആണെങ്കിൽ ഇനി 14-ാം തീയതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 14-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓർഡർ എന്ത് ചെയ്യും? അപ്പൊ നമ്മളത് ആ ഓർഡർ നമ്മൾ അടുത്ത മാസം വരെ പിടിച്ചു വെക്കേണ്ടി വരുമോ? അല്ലെ ഇനിയിപ്പോ പിടിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് അല്ലേ എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ മറികടക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഓഫർ നിങ്ങൾക്ക് തരുന്നത്. അതായത് ഓൾറെഡി 100 PV ചെയ്തിട്ടുള്ള വ്യക്തികൾ 14-ാം തീയതിക്ക് മുമ്പ് 100 PV ചെയ്തിട്ടുള്ള ആൾക്കാരെ ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ഉണ്ട്, അഡീഷണൽ ആയിട്ട് മിനിമം 20 PVയുടെ പർച്ചേസ് 600 രൂപയുടെ മുകളിൽ പർച്ചേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവൈൽ ചെയ്യാം. അങ്ങനെ 4 മാസത്തെ പർച്ചേസുകൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര PV വരുന്നുണ്ടോ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 4 മാസത്തെ പർച്ചേസ് ആഡ് ചെയ്തിട്ട് 100 PV വരുന്നുണ്ടെങ്കിൽ ഓരോ PVക്കും അങ്ങനെ ടോട്ടൽ ചെയ്ത് വരുന്ന ഓരോ PVക്കും നിങ്ങൾക്ക് 4 രൂപയുടെ വൗച്ചർ എക്സ്ട്രാ കിട്ടുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 100 PVയുടെ പർച്ചേസ് ആണ് നിങ്ങൾ 4 മാസം കൊണ്ട് എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്. അതായത് 15-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള പീരീഡിനുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ പീരീഡിനുള്ളിൽ നിങ്ങൾ ഇത്രയും 100 PVയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മാസം കൊണ്ട് 100 PVയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 400 രൂപയുടെ വൗച്ചർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഈ 400 രൂപയുടെ വൗച്ചർ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതൊരു ക്യാഷിന് ഇക്വലന്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മളുടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം 12,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന സ്പെഷ്യൽ റീപർച്ചേസ് ഓഫർ നമുക്ക് 20-ാം തീയതി വരെയാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ 30,000 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓഫർ നമുക്ക് 28-ാം തീയതി വരെ മന്ത് ലാസ്റ്റ് വരെയാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് റിയൽ ആയിട്ടുള്ള ബെനിഫിറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്.
ഇങ്ങനെ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഫോഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ കൂടെ വരുന്ന ആൾക്കാർക്കും ഇത് ശരിക്ക് എൻകാഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അത് ശരിയായിട്ടുള്ള വിധത്തിൽ എൻകാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ലോയൽ കസ്റ്റമർഷിപ്പ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കൂടെ ഒരു ടീമിൽ തന്നെ ഓൾറെഡി ഈ തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഒരു 10 പേരുണ്ടെങ്കിൽ അവർ 200 രൂപയുടെ പർച്ചേസ് ആണ് ചെയ്യണമെങ്കിൽ 14-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങളുടെ ഒരു ടീം റീക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ അച്ചീവ്മെന്റ്സും നിങ്ങളുടെ താഴെ വരുന്ന ഒരു ടീം ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ സിൽവറിലേക്ക് എത്താനായിട്ട് സൈഡ് ഗോളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ ടീം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ആവാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗോൾഡ്, സ്റ്റാർ, ഡയമണ്ട്, ക്രൗണ്, അങ്ങനെ ഏത് പൊസിഷനിൽ എത്താനും നിങ്ങൾക്ക് നമ്മുടെ ഈ കൺസിസ്റ്റൻസി ഓഫർ ശരിയായിട്ടുള്ള വിധത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിൽ നിങ്ങൾ ബെനിഫിറ്റഡ് ആവാനായിട്ട്, നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാനായിട്ട് മാത്രമല്ല നിങ്ങളുടെ കൂടെ വരുന്ന ഓരോരുത്തർക്കും ബെനിഫിറ്റ് കിട്ടാനായിട്ട് നമുക്കിത് ഈ ഒരു ഓഫർ ശരിക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ എടുത്തെടുത്ത് പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും സംഭവിക്കാറുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തുള്ള ബിസിനസ്സിൽ വേറൊരാൾക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ ഒരാൾക്ക് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ വേറൊരാള് ലൂസായിട്ട് വേണം അത് കിട്ടാനായിട്ട്. അതേ സ്ഥാനത്ത് ഇവിടെയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ താഴെയുള്ള ആൾക്കാർക്ക് മാക്സിമം ബെനിഫിറ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കും ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് ടോട്ടൽ ടേൺ ഓവറിൽ നമുക്കത് ആഡ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. അതിലൂടെ നമ്മളുടെ ടേൺ ഓവർ നമുക്ക് എൻഷുവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഈ ഈ ഓഫർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് 14-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ ബിസിനസിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു ലോയൽ കസ്റ്റമർഷിപ്പിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലോയൽ കസ്റ്റമർ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ക്ലാരിറ്റി തരുന്നുണ്ടായിരിക്കും. ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് ചെറിയ ബിസിനസ് അല്ല, വലിയ ബിസിനസ് ആണ്. കമ്പനി ഓൾറെഡി വലിയ വ്യക്തമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അപ്പൊ ആ ഒരു വ്യക്തതയോട് കൂടിയിട്ട് പോകുന്ന കമ്പനിയിൽ നമുക്ക് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഉറപ്പായിട്ടുള്ള ടേൺ ഓവർ നമുക്ക് വരുമാനം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ഓഫറുകൾ, വെസ്റ്റീജ് തരുന്ന ഈ ഓഫറുകൾ നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് പറ്റുന്നുണ്ടായിരിക്കും. അത്രമാത്രമാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മാസം ചെറിയ മാസമാണെങ്കിൽ പോലും നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത മാസത്തെ നമ്മുടെ FRUവിനെ ശരിയായിട്ടുള്ള വിധത്തിൽ നമുക്ക് വരവേൽക്കാം. നിങ്ങൾ എല്ലാവരെയും ഒരു അച്ചീവർ ആയിക്കൊണ്ട് നമ്മുടെ ഫാമിലി റിയൂണിയനിൽ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട്, താല്പര്യത്തോടു കൂടിയിട്ട് തൽക്കാലം ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, എല്ലാവർക്കും ഈ മാസം വലിയൊരു മാസമായിട്ട്, വലിയ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മാസമായിട്ട് മാറട്ടെ. അത്രമാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓവർ ടു ഷാജി. താങ്ക് യു സാർ, താങ്ക് യു. വളരെ മനോഹരമായിട്ട് നമുക്ക് ആ ഓഫർ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള 146 പേർക്കും അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും നമുക്ക് കമ്പനി തരുന്ന ഈ ഓഫറുകൾ മനസ്സിലാക്കി ചെയ്യുന്ന വ്യക്തിക്കാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ബെനിഫിറ്റ് വരുന്നത്. ഇതിൻ്റെ സാറ് പറഞ്ഞ ആ ഒരു വിസ്ലിം കാറ്റഗറീൻ്റെ ഓഫർ 30,000 30,000 രൂപയുടെ ഓഫറൊക്കെ ശരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊന്ന് ബിസിനസ് ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിക്കും. 1000 PV ആണ് ആ 30,000 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത്. ഞാനൊക്കെ ശരിക്കും അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഓഫറാണത്. കാരണം അത്രയും ഷെയ്ക്ക് നമുക്ക് ഫ്രീ, 5 ഷെയ്ക്കോളം നമുക്ക് ഫ്രീ ഉണ്ട്. 5 ഷെയ്ക്കും അതിലൂടെ എനർജി ഡ്രിങ്ക്സും രണ്ടെണ്ണം കിട്ടുന്നുണ്ട്. ഏകദേശം 1629 രൂപയുടെ 5 ഷെയ്ക്കാണ് സാറ് പറഞ്ഞത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു 2-3 പേര് നമുക്കെല്ലാം സപ്ലിമെൻറ്റ്സ് അതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഓഫറുകളൊക്കെ ശരിക്കും തിരിച്ചറിയാൽ, അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻസി ബെനിഫിറ്റിന് ഒരു 100 PV ചെയ്യുന്ന 20 പേരോ 26 പേരോ നമ്മളൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ടീം ബിൽഡിംഗ് ബോണസോടുകൂടി ആ വ്യക്തിക്ക് നല്ലൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. അത് 100% ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഒരു LOB ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ.
നമ്മളും ഞാൻ ആക്ച്വലി 100% കൺസിസ്റ്റൻസി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം 200 കൂടുതൽ ആൾക്കാർ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ തന്നെ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. കൺസിസ്റ്റൻസി 17-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ ബിസിനസ് നല്ലൊരു വോളിയമായി മാറുന്നുണ്ടാവും. നമുക്ക് വർക്ക് ചെയ്യാൻ പിന്നെയുള്ള ബാക്കി 15 ദിവസം വർക്ക് ചെയ്യാൻ നമ്മുടെ എനർജി വർദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓഫറുകൾ കമ്പനി തരുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഈ കൺസിസ്റ്റൻസി ശേഷം തരുന്ന ആ ഒരു ബിഗർ ഓഫർ എന്ന് പറഞ്ഞാൽ 15 മുതൽ 27-ാം തീയതി വരുന്ന ഓഫർ, അതും വളരെ നല്ല ഓഫറാണ്. ₹1 ഒരു PVക്ക് 4 രൂപ വെച്ച് കിട്ടുന്നത്. അതിൻ്റെയും വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അത്രയും നല്ല ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ഒരു ഷോപ്പിൽ നിന്നോ ഒരു കമ്പനിയുടെയോ വാങ്ങിക്കാൻ സാധിക്കത്തില്ല. ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൂടെ ആരോഗ്യവും, അതിലൂടെ നമുക്ക് ഒരുപാട് ഫ്രീ പ്രൊഡക്റ്റുകളും അതിലൂടെ വരുമാനവും, ഈ നമുക്ക് കിട്ടിയ ഈ സുവർണ അവസരം മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അതൊരു ബിസിനസ്സായി മാറുകയാണ്. 100% ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. എന്ത് മനോഹരമായ ബിസിനസ് അല്ലേ! നമുക്ക് ഇങ്ങനൊരു അവസരം ഒരു കമ്പനിയോ ഒരു TV ചാനലുകളോ കച്ചവടക്കാരോ നമുക്ക് തരാറില്ല. ഈ ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന സമയത്ത് അതിന് ശരിക്കും നമുക്ക് കൂടെ വന്നിരിക്കുന്ന വ്യക്തിക്കും നമ്മുടെ പരിചയക്കാർക്കും ബന്ധുക്കാർക്കും ഷെയർ ചെയ്യുക. വളരെ നല്ല രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മൾ കേരളത്തിൽ തന്നെ പ്രൂവ് ചെയ്ത് കാണിച്ച ആൾക്കാർ, 5 ലക്ഷവും 10 ലക്ഷമൊക്കെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. കോടികൾ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിന് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക. ഇന്നത്തെ ദിവസം ഈ ഒരു ഓഫറുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വെങ്കടേഷ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിയാതെ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ, പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വ്യക്തമായി ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതിൻ്റെ സ്ലൈഡ് ഉണ്ടാവും, നിങ്ങളുടെ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ടാവും. ലീഡേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടാവും. എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ആദ്യമായിട്ട് വന്ന വ്യക്തി പർച്ചേസ് ചെയ്യുമ്പം അപ്ലൈനോട് ചോദിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു 50 രൂപയുടെ പ്രൊഡക്റ്റ് കുറഞ്ഞ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓഫർ നഷ്ടപ്പെടാം. 1500 രൂപക്ക് വാങ്ങിക്കുന്ന സമയത്ത് 2 പേസ്റ്റ് കിട്ടും. അത് 1400 ആണെങ്കിൽ നമുക്കൊരു പേസ്റ്റേ കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ നമ്മുടെ ടീം മെമ്പേഴ്സിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പേസ്റ്റ് എങ്കിൽ പേസ്റ്റ് അത് അത്രയും നമുക്ക് ബെനിഫിറ്റ് അല്ലേ. അത് വേണമെങ്കിൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ക്വാളിറ്റി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും പുതുതായി വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ലീഡേഴ്സിനോട് ചോദിച്ചതിന് ശേഷം ഓർഡർ ചെയ്യുക. അവരതിൻ്റെ ഓഫറുകൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ഈ ഓഫറുകൾ യൂസ് ചെയ്യുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ രാവിലെയും ഇതേപോലെ മോർണിംഗ് CP ഉണ്ടാവും. ഒരു 5:45 തന്നെ വരുവാണെങ്കിൽ മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം 1 മണിക്കൂർ മറ്റുള്ള ലീഡേഴ്സിൻ്റെ സെഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അതുകൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന പുതുതായി വന്നിരിക്കുന്ന ആൾക്കാരെ ഈ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബിസിനസ് ആയിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും. താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽ.